ലേഖനം 3-ാം അധ്യായം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. Praise the Lord. Hallelujah. ദൈവവചനത്തെ ഓർത്ത് ഘനമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. അനുഗ്രഹീതമായ ഈ വർഷത്തെ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. കർത്താവിന്റെ വരന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവ സാന്നിധ്യത്തിന്റെ ആ രുചി അറിയാൻ കഴിയത്തുള്ളൂ. ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യം, ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യം, അതിന്റെ ആ ഒരു ആഴം ആഗ്രഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ വാസ്തവമായി കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ലോകത്തെ സ്നേഹിക്കുന്ന, ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന, ലോകത്തിലെ അനുഗ്രഹവും വിടുതലും മാത്രം ഇഷ്ടപ്പെടുന്നവർ അവരെപ്പോഴും ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാകത്തില്ല. ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരെ ചോദിച്ചാൽ അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആ സ്വർഗീയ പൗരത്വം, ആ സ്വർഗീയ പൗരത്വം പൗരനാണ് ഞാൻ എന്ന അവബോധമുള്ള, സ്വർഗീയ പൗരനാണ് ഞാൻ എന്ന ബോധമുള്ള, ആ പരിജ്ഞാനമുള്ള, ആ വിവേകമുള്ള ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എപ്പോഴും ആ ദൈവ സാന്നിധ്യമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നാം സ്വർഗീയ പൗരത്വന്മാരായി തീർന്നിട്ടുണ്ടെങ്കിൽ സ്വർഗീയ പൗരന്റെ പ്രത്യേകത നിയമപ്രകാരം യാഗം കഴിക്കപ്പെട്ടവരായിരിക്കും. അത് ഓർക്കുന്നത്ര പേരുണ്ട്? ഓർക്കുന്നവർ പ്രൈസ് ദി ലോർഡ്. ഓർക്കുന്നതിന് മാത്രം കർത്താവിനെ സ്തുതിച്ചേ. നമ്മുടെ കൈയടിക്കാനും ആരാധിക്കാനും മാത്രമല്ല വരേണ്ടത്, വചനമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. ആരാധിക്കുന്ന അനുഗ്രഹമാണ്, എന്നാൽ വചനമാണ് അടിസ്ഥാനപരമായി വിടുതൽ എന്ന് പറയും സഹോദരം. അതുകൊണ്ട് വചനമില്ലാത്ത ആരാധനയല്ല. ഈ വചനം ഗ്രഹിക്കാതെ ആരാധിക്കും, വചനം അനുസരിക്കാതെ ആരാധിക്കും. അങ്ങനെയത്തെ ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധനയല്ല. ആരാധന വചനത്തിൽ നിന്നുള്ളത്, പ്രവചനം വചനത്തിൽ നിന്നുള്ളത്, വെളിപ്പാടുകൾ വചനപ്രകാരമുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് വചനപ്രകാരമുള്ളത്, ആരാധന വചനപ്രകാരമുള്ളത്. നമ്മുടെ ജീവിതം വചനപ്രകാരമായിരിക്കണം. ചിലർ വെളിപ്പാടുണ്ട്, വചനം അറിയില്ല. വചനം കേട്ട അതറിയില്ല. വചനമില്ലാത്ത വെളിപ്പാട് വെളിപ്പാടല്ല. ചില ഭയങ്കര ദർശനങ്ങൾ കാണും. വചനമില്ലാത്ത ദർശനം ദർശനമല്ല. പണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല. ഞാൻ ഉച്ചക്കടയായിരിക്കുമ്പോഴേ അവിടെ 1-2 കുടുംബങ്ങൾ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനവിടുന്ന് മാറി മറ്റൊരു ദൈവാസനെ അവിടെ നിയോഗിച്ചു. എന്തോ കാരണത്താൽ അവിടുത്തെ ഒരു സഹോദരി മറ്റൊരു സഭയിൽ പോയി. അവിടെ ദർശനം കാണുന്ന, പ്രവചിക്കുന്ന, ദൂത് പറയുന്ന ഒരു ആൻറ്റിയുണ്ട്. അപ്പോൾ നമ്മളോട് സാധാരണ അവർ മറ്റ് ചർച്ചിൽ പോയെങ്കിലും അവരൊക്കെ നമ്മളെ വിളിക്കുകയും സഹകരിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. അന്നേരം പറഞ്ഞു, പാസ്റ്റർ അവിടെ പോയി 2 കുടുംബം അവിടെ പോയി ഒരു കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ പള്ളിയിൽ ഇവിടെ വരാൻ TC തരുന്നതായിട്ട് കാണുന്നു. TC കാര്യം അറിയാം? പിന്നെ TC അറിയാം? എവിടെ കേട്ടിട്ടുണ്ട്? TC എവിടെ കേട്ടിട്ടുണ്ട്? സ്കൂളിൽ അല്ലേ? TC എവിടെ കേൾക്കുന്നത്? സ്കൂളിലാണ് TC തരുന്നത്. അടുത്തൊരു കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നത് TC കാണുന്നില്ല. ഒരാൾക്ക് TC ഉണ്ട്, ഒരാൾക്ക് TC ഇല്ല.
അങ്ങനെ ചോദിച്ചു, എന്തായിരുന്നു ആ ദേവാസിന്റെ ഭാര്യയാണ്? ആ ദേവാസിന്റെ ഭാര്യയാണ്, പക്ഷേ അവർ സ്കൂളിലെ ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ടി സിയുടെ കാര്യം ഓർമ്മ. ഹലോ, അതാണ് ഈ ടി സി ദർശനത്തിൽ കണ്ടത്. സ്കൂളിലെ ടീച്ചറായിരുന്നതുകൊണ്ട് അവർ ടി സി കൊടുക്കുന്ന പരിപാടിയാണ് അവർ കണ്ടത്. വചനം നിന്റെ പ്രൊഫഷന്റെ അടിസ്ഥാനത്തിലല്ല, ദർശനം നമ്മുടെ പ്രൊഫഷന്റെ അടിസ്ഥാനത്തിലല്ല, ദർശനം വചന അടിസ്ഥാനത്തിലായിരിക്കണം. ഹലോ, നമ്മുടെ ആരാധന വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്തുതികൾ ദൈവവചനപ്രകാരമായിരിക്കണം. നമ്മുടെ സ്തോത്രം, യാത്രകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആരാധനകൾ എല്ലാം ദൈവ വചനപ്രകാരമായിരിക്കണം. അത് തിരിച്ചറിയുന്ന മാത്രം കരം ഉയർത്തി ഉദകർത്താവിനെ ശ്രദ്ധിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പെന്തക്കോസ്തുകാരായി തീരാൻ കാരണം? പണ്ടൊക്കെ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞാൽ അംഗീകാരമില്ല. പെന്തക്കോസ്തുകാർക്ക് അംഗീകാരമില്ല. കാര്യം എന്തറിയാമോ? പെന്തക്കോസ്ത് പറഞ്ഞാൽ കപ്പയുണ്ടെങ്കിൽ പാട്ട് പാടില്ല എന്നുള്ള കൂട്ടത്തിലോട് പെണ്ണവരെന്നാ പറയുന്നത്. പെന്തക്കോസ്തിന് അങ്ങനെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് പെന്തക്കോസ്തുകാരെ സഭയായി അംഗീകരിച്ചു. ഹലോ, അതിന് സന്തോഷമില്ല. ഇതുവരെ നമുക്ക് അംഗീകാരമൊന്നുമില്ല, ഗവൺമെന്റ് അംഗീകാരമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പെന്തക്കോസ്തുകാരെയും മറ്റ് ക്രിസ്തീയ സഭയായി എന്ത് ചെയ്തു? അവർ അംഗീകരിച്ചേ പറ്റൂ എന്ന് അവർക്കറിയാം. അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ ഇതിനകത്ത് ജീവനുണ്ട്, ഇതിനകത്തൊരു സത്യമുണ്ടെന്ന് അറിയാം. ചുമ്മാതെ ആരും പാരമ്പര്യമായി പൊക്കോണ്ടിരുന്ന സഭകളിൽ നിന്നും ആരും ഇങ്ങോട്ടൊന്നും വരത്തില്ല. വരാൻ വലിയ പള്ളിയുണ്ടോ? വലിയ പള്ളി നമുക്കുണ്ടോ? അതില്ല. ഇന്ന് പല ബന്ധുക്കാരും വാടക കെട്ടിടങ്ങളില്ല, ചെറിയ പള്ളികളാണ്. അപ്പൊ പള്ളിയുടെ സൗകര്യം കണ്ടിട്ടാണോ മാറുന്നത്? ഇല്ല. എങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന പറയാൻ അവർക്കുണ്ട്. കുരിശ് നാട്ടിട്ടുള്ള വലിയ കോൺക്രീറ്റ് കെട്ടിടം ഞങ്ങൾക്കുണ്ടല്ലോ. പെന്തക്കോസ്തുകാർക്ക് അതില്ല. പള്ളി നോക്കിയിട്ടല്ല വരുന്നത്, പിന്നെന്താ നോക്കിയിട്ടാണ്? മനുഷ്യന്മാരൊന്നും നോക്കിയിട്ടല്ല വരുന്നത്. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സത്യത്തിലെയും ആത്മാവിനെ ആരാധന കഴിയുന്നു എന്ന തിരിച്ചറിവാണ്. യേശു പറഞ്ഞു, എന്നെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ആ മലയിലും ഈ മലയിലുമല്ല, എന്നെ ആരാധിക്കുന്നു, സത്യത്തിൽ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, സത്യത്തിൽ ആരാധിക്കുന്നു, ആത്മാവിൽ. ഓ ഹല്ലേലൂയ. ഈ ആരാധനയുടെ പ്രത്യേകത അതിനേക്കാൾ ഉപരി പെന്തക്കോസ്ത് ആരാധനയിൽ നടക്കുന്ന വിഷയം ഒന്നുകൂടെ വചനപ്രകാരം നിൽക്കാൻ ശ്രമിക്കുന്നു. വചനപ്രകാരം നിൽക്കാൻ ശ്രമിക്കുന്നു. മറ്റു സഭകളിൽ എങ്ങനെ നടന്നിട്ടും സഭയിൽ പോകാം, അവർക്ക് ദീർഘകാലം കൊടുക്കും. പെന്തക്കോസ്ത് തരില്ല. അതങ്ങനെ മാനസാന്തരപ്പെട്ട് മാനസാന്തരം ഇല്ലാത്ത പുള്ളികൾ തിരുവത്താറ്റിന് വരത്തില്ലെന്നുള്ളതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കേണ്ട ഗതികേട് നമുക്ക് വരുന്നില്ല. അപ്പോൾ അവർ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് എന്താണ്? ഇത് അനുഭവമാണ്. ഇത് അനുഭവം, ജീവിതത്തിലെ അനുഭവമാണ്. ഇത് സത്യമാണ്. ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ നാമധേയ കൂട്ടങ്ങളെ വിട്ട് ഹല്ലേലൂയ ആ സത്യ ആരാധനയിലേക്ക്, പെന്തക്കോസ്ത് ആരാധനയിലേക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയുന്ന, ആ ചൈതന്യമുള്ള ഉണ്ടാക്കുന്ന ആത്മീയ വിടുതൽ നൽകുന്ന ഒരു ഇടമാണ് പെന്തക്കോസ്ത് ആരാധന എന്ന് പറഞ്ഞാൽ. എന്താ അംഗീകരിക്കുന്നു പറഞ്ഞ അർത്ഥം? നേരത്തെ ജോലി ലഭിക്കണമെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് പറയാൻ കിട്ടത്തില്ല. അവർ LC എന്നോ അല്ലെങ്കിൽ SUC എന്നോ ഒക്കെ എഴുതണം. ഇനി നീ പെന്തക്കോസ്തുകാർ പള്ളിയിൽ പോയാലും അവിടെ നിന്നുള്ള അംഗീകാര സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ജോലിക്ക് സംവരണം 20% തരാൻ പോവുകയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. പല നിലകളിൽ ഏകദേശം 35 കാര്യാദികൾ ഇവിടുത്തെ ഗവൺമെന്റ് തലത്തിൽ അവർ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ വരും ദിവസങ്ങൾ ആ നിയമമായിട്ട് മുന്നോട്ട് വരാൻ പോവുകയാണ്. മനസ്സിലാവാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഈ പെന്തക്കോസ്ത് എന്നുള്ള ഒരു ജാതി കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് സ്വീകരിച്ചു. നിങ്ങൾ ഗവൺമെന്റ് എന്താ പറയുന്നത്, പേരൊക്കെ മാറ്റുന്നത്, പേരൊക്കെ ചേഞ്ച് ചെയ്ത് ഗസറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ 6-7 മാസത്തിന് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് ആ ഗസറ്റിൽ പെന്തക്കോസ്ത് എന്ന് പറയുന്ന പേരിൽ ജാതിയായിട്ടുണ്ട്. ഹലോ, എന്ത് ജാതിയാ? പെന്തക്കോസ്ത്.
എന്ത് ജാതി? എന്ത് ജാതിയാ? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സമുദ്ര ഘോഷിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, പല ജാതിയിൽ നിന്നും ഒരു ജാതി ആയവരുടെ പെന്തക്കോസ്ത്. മനസ്സിലായില്ല? ഹലോ, പല ഇനത്തിൽ ആയിരുന്നു. പക്ഷേ അവർ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ, അപ്പന്റെ രക്തത്തിലൂടെ, യേശുവിന്റെ കാലിന്റെ രക്തത്തിലൂടെ അവർ ഒരു ജാതിയായി മാറി. അതാണ് പെന്തക്കോസ്ത്. എന്നിട്ട് മനസ്സിലാകുന്നില്ല, എന്നിട്ട് സ്വത്രം പറയാൻ ചിലപ്പോൾ ഇരിപ്പുണ്ട്. നമ്മൾ പല ഗവൺമെന്റ് പോലെ അംഗീകരിച്ചു പെന്തക്കോസ്ത് ജാതി. ഞാൻ കുഞ്ഞുങ്ങൾക്ക് റിലീജിയൻ പറയുന്നത് ക്രിസ്ത്യൻ വെക്കും, ജാതി പറയുന്നത് പെന്തക്കോസ്ത് വെക്കും. ഹലോ, അത് ആദ്യം സ്കൂളിൽ ചേർത്ത് ഇതെന്തോ അങ്ങനെ ജാതി ഇല്ല. ഞങ്ങൾക്ക് ജാതി ഉണ്ട്, അന്ന് അംഗീകരിച്ചിട്ടില്ല, ഇന്നിപ്പോൾ അംഗീകരിച്ചു. പെന്തക്കോസ്ത് ജാതിയായിട്ട് അംഗീകരിച്ചു. ഹലോ, now we should be proud to tell that I'm a Pentecostal man, I'm a Pentecostal believer. Praise the Lord. പറയാൻ ഞാൻ പറയട്ടെ, ഇന്ന് അവൻ ധൈര്യത്തോടെ പറയാൻ കഴിയണം. ഈ വിശ്വാസം ജോലിക്ക് വേണ്ടിയല്ല, ഈ വിശ്വാസം അംഗീകാരത്തിന് വേണ്ടിയല്ല. ഇനി ഗവൺമെന്റ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ വിശ്വാസം വചനാടിസ്ഥാനത്തിലുള്ളതാണ്, അത് സ്വർഗീയമാണ് എന്ന് തിരിച്ചറിയുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട് ശക്തിയോടെ ഒരു കരം തട്ടിയത് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ആ കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ